ഉണ്ടാവുക, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ജോലി ഉണ്ടാവുക, അതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ജോലി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു പറമ്പാണെന്ന് വിചാരിക്കരുത്. ആ പറമ്പിൻ്റെ ഇത് പറമ്പാണെന്നുണ്ടെങ്കിൽ പറമ്പിൻ്റെ ഈശാന്യ കോണത്തിൽ ഒരു കിണർ ഉണ്ടാവാം. കിണർ ആ വീടിന്, ഇവിടെ ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിന് ഐശ്വര്യം നൽകുമെന്നാണ് പറയുന്നത്. ആ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ജോലി, സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടാവും, സാമ്പത്തികമായിട്ട് നിലനിൽപ്പ് ഉണ്ടാവും എന്ന് പറയാം. അതുപോലെ തന്നെ പറമ്പ് ചെയ്യുമ്പോൾ പറമ്പ് എപ്പോഴും ചതുരമായി നിലനിർത്തണം. ചതുരമായി നിലനിർത്താം. ഇപ്പോൾ വടക്കോട്ട് വ്യാപിച്ചൊരു പറമ്പാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ പറമ്പ് ഇങ്ങനെ കിഴക്കോട്ട് ഇങ്ങനെ കയറി നിൽക്കണ്ടെങ്കിലും അത് നല്ലതാണ്, ചെറിയൊരളവ് വരെ. അതും സാമ്പത്തികമായിട്ട് നല്ല ഉന്നതി ഉണ്ടാക്കും. അത് അങ്ങനെയാണ് പറയുന്നത്. സാമ്പത്തികമായിട്ട് നമുക്ക് ഈ വീട്ടുകാർക്ക് അത് നല്ല ഗുണങ്ങൾ ചെയ്യുമെന്ന് പറയാം. ഒരിക്കലും ഈ ഭാഗങ്ങൾ ഇങ്ങനെ കയറി നിൽക്കുക, അപ്പോൾ ഈ ഭാഗം നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഭാഗം നഷ്ടപ്പെട്ടാൽ സാമ്പത്തികമായിട്ട് അവർ ദാരിദ്ര്യം അനുഭവിക്കും എന്ന് പറയുന്നു. ദാരിദ്ര്യം അവസാന കാലങ്ങളിൽ ആ ദാരിദ്ര്യം അനുഭവിക്കും. അതുപോലെ തന്നെ ഈ ഭാഗം കയറി നിൽക്കുമ്പോഴും എന്താ സംഭവിക്കുക? ഈ ഭാഗം നഷ്ടപ്പെട്ട്, അപ്പോൾ സാമ്പത്തികമായിട്ട് ദാരിദ്ര്യം ഉണ്ടാക്കും. ഇതിലെ വഴി വന്നിട്ട് ഇങ്ങനെ കയറി പോവാ, ഇതിലെ വഴി വന്നിട്ട് ഇങ്ങനെ കയറി പോവാ. അപ്പൊ ഈ ഭാഗമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത പോലെയാണ് കാണുക. അപ്പോൾ അത് ദാരിദ്ര്യത്തിന് ഒരു സാമ്പത്തിക നഷ്ടത്തിന് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വഴികളും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഭാഗത്തൊക്കെ ആയിട്ട് വഴികൾ വെക്കുക. ഈ പകുതിയുടെ ഇപ്പുറത്തേക്കായിട്ട് വഴികൾ വെക്കുക. തെക്കോട്ടാണെങ്കിൽ തെക്കോട്ട് ഈ ഭാഗത്ത്, ഈ തെക്ക് പടിഞ്ഞാറ് ഈ ഭാഗം മുഴുവനായിട്ട് അടച്ചിടാം. ഈ ഭാഗത്തേക്കും വഴി വയ്ക്കും. പിന്നെ ഇത് വീടാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടില് അടുക്കള ഈ ഭാഗത്ത് വെക്കാണ്ടിരിക്കുക. ഈ അടുക്കള ഇത് പറയുന്നത് ജലത്തിന്റെ സ്ഥാനമാണ്. ജലത്തിന്റെ സ്ഥാനത്ത് അടുക്കള കൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇരിക്കുന്ന ലിക്വിഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്വർണം, അങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ആവിയായി പോകുമെന്നാണ് പറയുന്നത്, നഷ്ടപ്പെട്ടു പോകും. അവരുടെ വീട്ടുകളിലൊന്നും സ്വർണ്ണം ഉണ്ടാവില്ല, സ്വർണ്ണ പണയം വെച്ചോ നഷ്ടപ്പെട്ടോ അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ഭാഗത്ത് കിണറുള്ളതുകൊണ്ട് ഒരു പരിധിവരെ സംരക്ഷിക്കപ്പെടും. എന്നാലും നമ്മളടുത്ത് ഉണ്ടാവുന്ന സമ്പത്ത് നഷ്ടപ്പെടാൻ ഒരു കാരണമാവും ഈ ഭാഗത്ത് കിച്ചൺ കൊണ്ടുവരികയാണെങ്കിൽ. ഈ ഭാഗത്ത് തെക്ക് കിഴക്ക് ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇതാണ് ട്ടോ, തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ്. അപ്പൊ അങ്ങനെയാണ് വരിക. ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അത് അഗ്നിയുടെ സ്ഥലമാണ്. അഗ്നിയുടെ സ്ഥലത്ത് അഗ്നി ജലിച്ചാൽ അത് ലിക്വിഡ് ഗ്യാസ്. സാമ്പത്തികമായിട്ട് എപ്പോൾ ചെന്ന് നോക്കിയാലും അവരതിൽ പൈസ ഉണ്ടാവും, അവർ സാമ്പത്തികമായിട്ട് ഉന്നതിയിലായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അടുക്കള ഈ ഭാഗത്തെ കിഴക്ക് ഭാഗത്ത് അടുക്കള വെച്ചാലും ആ സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് വരും. അങ്ങനെ പറയാം. പിന്നെ ഈ ഭാഗം അടച്ചിടാൻ എപ്പോഴും ശ്രദ്ധിക്കണം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുക. ഈ ഭാഗത്ത് കുഴികൾ വരിക, അങ്ങനെ കുഴികൾ സാധനങ്ങളൊക്കെ ഈ ഭാഗത്ത് ഉണ്ടാകുന്ന തെറ്റാണ്, അതൊരിക്കലും പാടില്ല. അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരു ഇത് കൺസ്ട്രക്ഷൻ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഉറച്ചെത്തും, ആ വീട്ടുകാർ നല്ല രീതിയിലെത്തും.